നമസ്കാരം. 2026 വിഷുഫലം. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഗ്രഹനിലയനുസരിച്ച് ഈ വർഷം വലിയ മാറ്റങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒന്നാണ് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുക്കാലം മുതൽ കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും സ്ഥാനക്കയറ്റവും ഈ വർഷം തേടിയെത്തും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ അപ്രതീക്ഷിത ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. എങ്കിലും വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ ആയി പണം ചിലവാക്കേണ്ടി വന്നേക്കാം. മൊത്തത്തിൽ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കുമിത്. ഉത്രട്ടാതി. 2026 വിഷുക്കാലം മുതൽ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു സമയമാണ് തുടങ്ങുന്നത്. ശനി ഭഗവാൻ അധിപനായി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഈ വിഷുഫലം സഹായിക്കും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഈ വിഷുവിന് ശേഷം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നുകിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള അശ്രദ്ധ കാണിക്കരുത്. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് ഗുണം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ മികച്ച അവസരങ്ങൾ ഈ വിഷുവിന് ശേഷം വന്നുചേരും. ശനിദശ ദോഷങ്ങൾ കുറയ്ക്കാനായി ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനവും നീരാജനം വഴിപാടും നടത്തുന്നത് ഈ വർഷത്തെ പ്രതിസന്ധികളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. രേവതി. രേവതി നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും അനാവശ്യമായ ചിലവുകൾ വരാതെ നോക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണിത്. ഈ 3 നക്ഷത്രക്കാരും ഗ്രഹദോഷങ്ങൾ മാറുന്നതിനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. ഈ വിഷുക്കാലം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.